ഇപ്പൊ ഗേൾഫ്രണ്ടിന്റെ പേരെന്താ? സാബിനി. ഞാൻ സത്യം പറഞ്ഞ ഒരു ലക്കിയാ, മനസ്സിലായില്ലേ? എനിക്ക് ഞാൻ അന്നം ഒറ്റയ്ക്കാ കഴിക്കുന്നത്. ഒരു കൂട്ടിനൊരാളാകാൻ താല്പര്യമുണ്ടോ? 7008 ഒരാളെന്നെ പ്രപ്പോസ് ചെയ്യാൻ നിക്കുന്ന ഇത്ര പെട്ടെന്നല്ല ഒന്ന് ഞാൻ വിടന്നേ വിടന്ന. അയ്യോ രണ്ടുപേരും കൂടെ എന്നെ ആക്രമിക്കല്ലേ. അയ്യോ വിടടാ 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 വിടടാ. എനിക്ക് പഠിക്കാൻ പറ്റുന്നടാ. മൈക്കില് പട്ടി നാക്കിയല്ലോ തുപ്പലേക്ക്. എന്റെ ചുണ്ടെന്തിയേ? പണ്ണല്ലടാ, എന്റെ ചുണ്ടാടാ. ചുമന്നല്ലോ. എടാ മക്കളെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാനൊരു കഥ പറയട്ടാ. ഞാൻ ഇന്നാണ് അറിഞ്ഞത് ഈ ജെട്ടി ബിൽഡിങ്ങിന് പേര് വീണത് അതിന്റെ ഫ്രണ്ടിൽ ജെട്ടി എന്ന് എഴുതിച്ചിട്ടുണ്ടെന്നാ. നിനക്കറിയത്തില്ലായിരുന്ന? ഇല്ല, ജട്ടി ബിൽഡിംഗ് അവിടെ ജട്ടി നിനക്കറിയത്തില്ലായിരുന്ന? ആണല്ലേ? ഇല്ല. അപ്പൊ ഇവിടെ പെറ്റെടുക്കുന്ന നിനക്കറിയത്തില്ല. ഞാനാണ് ഷണ്ടനൊന്ന്. എടാ രാവിലെ ഗുളിയ ഡോക്ടർ ഗുളിയ പറയുന്ന പോലെയാണ് നീ ഇരിക്കുന്നത്, മനസ്സിലായ? ജെട്ടി ബിൽഡിംഗിൽ നീ 6 പെണ്ണുങ്ങളുടെ കൂടെയാണ് നീക്കുന്നത്. അപ്പൊ ഗേൾസ് എനിക്ക് വീക്ക്നെസ് അല്ല, എനിക്ക് ബോയ്സ് അല്ലേ വിടന്നേ വിടന്ന. അയ്യോ രണ്ടുപേരും കൂടെ എന്നെ ആക്രമിക്കല്ലേ. അയ്യോ വിടടാ 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 വിടടാ. എനിക്ക് പഠിക്കാൻ പറ്റുന്നടാ. കശ്മലന്മാര്. വില്ലുവിന്റെ ബർത്ത്ഡേ ആയിരുന്നു. വില്ലുവിന്റെ ബർത്ത്ഡേയാ? ഹാപ്പി ബർത്ത്ഡേ വില്ലുമോൻ, ഹാപ്പി ബർത്ത്ഡേ വില്ലുമോൻ, ഹാപ്പി ബർത്ത്ഡേ വിൽ. ഇങ്ങനെ കടിക്കണമെന്നില്ല. അത് പറഞ്ഞപ്പോഴാ മന്ദാരം എങ്ങനെ പോയാലും നിന്റെ കല്യാണം കഴിഞ്ഞ ഒരു 10 വർഷം കഴിഞ്ഞിട്ടല്ലേ ഇതൊക്കെ അടിക്കടേ. ഓറ പോയി ചോദിച്ചു. ഓറ പോകും. വാറാണോ 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 വാറാണോ? ഹാപ്പി ബർത്ത്ഡേ വില്ലുമോൻ. നീ എവിടെ ഉണ്ട് പറ, നീ എവിടെ ഉണ്ട്? നീ കാര്യം പറ, എവിടെ ഉണ്ട്? എടുത്ത് കൂടെ ആരൊക്കെ? അപ്പൊ നിങ്ങൾ ഒരുമിച്ചാണല്ലേ? ഓക്കെ, എന്താ പിക്കിരിക്കാണ് പോയത്? അല്ല ചോദിച്ചതാ. ഓക്കെ, ഓടുവാന്നോ ഇപ്പം? എങ്ങോട്ടാ പോന്നെ? Hello, this is Vachigoku. നിങ്ങൾ എവിടെയായിരുന്നു മനുഷ്യ? ഞാൻ ഇവിടെ ബീച്ചിലെത്തി. എടാ നീ എന്തൊരു വിചാരിച്ചേ? അവക്കൊക്കെ ഇല്ലാതെ എടാ എനിക്ക് ഞാൻ ലോയലാടാ, ഒന്നേ ഉള്ളു. ഇപ്പൊ ഗേൾഫ്രണ്ടിന്റെ പേരെന്താ? അല്ലല്ല, സാബിനി. അല്ലല്ല സാബിനി. അല്ലല്ല എടാ, ഞാനാണെങ്കിലേ ഞാൻ വിചാരിച്ച് അങ്ങനെ 100 കോടി തരാം. ഞാൻ അതിൽ വീണ്ടും പോയി. എന്റെ ചുണ്ടൊക്കെ വേരെടുക്കുന്നു, പല്ലൊക്കെ വേരെടുക്കുന്നു. ഹലോ കുട്ടി. ഹലോ. ഞാൻ ഭയങ്കര ഞാൻ സത്യം പറഞ്ഞ ഒരു ലക്കിയാ, മനസ്സിലായില്ലേ? എനിക്ക് ഇല്ല, ഞാൻ വിട്ടിച്ചു. എന്തോ
പിങ്ക് ഹെയർ ഹായ് ഓ ഹലോ അയ്യോ പാറ്റണ്ട അയ്യോ വീണ്ടും പോയി അയ്യോ വീണ്ടും പോയി വണ്ടി എടുത്തു പോയി അത് ആരുടെ പോയെന്ന് കണ്ടായിരുന്നോടാ ഏത് പന്ന കഴിവഴിയാടാ ഇപ്പൊ അവിടെ വെറുതെ നിന്നപ്പ ഭൂമി 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 എന്ന് പറഞ്ഞത്. അവന്റെ ഞാൻ മണ്ണി നീയാണാ മക്കളെ എന്തിനാ ആവശ്യം ഉണ്ടാവും പറഞ്ഞാൽ ഓറെ പിടിച്ചിരുന്ന ഒരാവശ്യമില്ലായിരുന്നു എടാ എടാ ഒന്നെങ്കി ഏതെങ്കിലും അവന്മാര് ഒക്കത്തില് അല്ലാത്ത ഒക്കെ കക്ക ഭയങ്കര അത് ശരിയാന്ന് അത് ശരിയാന്ന് പറ്റണ അത് ശരി അവള് ഭൂമിയല്ല അല്ലാതെ ചാറ്റേണ്ണും തണ്ണും ദൂരനൊന്നും അല്ലല്ലോ അല്ല 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 അത് ശരിയാ നമ്മളെ പോലെ സിംഗിൾസ് കുറച്ചേ ഉള്ളൂ കുറച്ച് പേരേ ഉള്ളൂ ഇനി ഒന്നേ ഉള്ളൂ നീ സാരി എടുത്ത് വന്നേ നിനക്കാണെങ്കിൽ മുടിയുണ്ട് അല്ലല്ല അമ്പത്തൂരാണ് പെർഫെക്റ്റ് മാച്ച് അത് അമ്പത്തൂരിന്റെ ഞാൻ പറഞ്ഞു പോ. ചന്തിമുക്ക് വീഡിയോ കണ്ടിട്ടുണ്ടോ മാറ്റട്ടാ ഏത് വെളുത്ത അയ്യോ വെളുത്ത് തന്നെ അത് അല്ലല്ല അത് ആ വീഡിയോയില് വെളുപ്പായിരുന്നു പെയിന്റ് അടിച്ചിട്ട് കണക്ക് പക്ഷെ അല്ല അതിനൊക്കെ ആ വീഡിയോ അല്ലാതെ നീ അതിനകത്ത് അതൊക്കെ പോട്ട് ബാലിനെന്തിനാ ഇത്ര വിഷമാവുന്നേ വിട്ട് വിട്ട് ഇറക്കി വിട്ടോ അന്ന അന്നവരപ്പോ LX2 എന്താ പറഞ്ഞ ഇറക്കി വിട്ടോ അതാ വരുന്നുണ്ടോ ഇതാരാ അറിയത്തില്ലേ നമ്മള് മീറ്റ് ചെയ്തിട്ടില്ല ഞങ്ങള് വാറ്റിക്കോക്കു നൈസ് ടു മീറ്റ് യു ഞാൻ അന്ന വീരപ്പൻ ഇത് മറ്റേ വെടി വയ്ക്കാത്ത വീരപ്പൻ വേറെ വലുത് വേറെ എന്താ വരായിരുന്നത് അത് ഇങ്ങനെ പോയെന്ന് വെച്ചാൽ അതല്ല ഞാൻ പറയട്ടെ എന്തായാലും നമ്മളെ ചെറുക്കന്റെ പെങ്ങളാണെങ്കിൽ ഒരു കാര്യം ചോദിക്കണം നമുക്ക് സെക്യൂരിറ്റി കോട്ടി സിംഗിൾ ആണോ സിംഗിൾ ആണ് ഐ ലവ് യു റൈറ്റ് സൈഡ് ബുക്ക്ഡാ മാറ്റണ ഇത്ര നേരം നിനക്ക് ചോദിക്കില്ലായിരുന്നു പക്ഷേ അന്നവീരിപ്പിന് താല്പര്യമില്ല ഇൻട്രസ്റ്റ് ഇല്ല സൈലൻസർ ഒക്കെ ഇഷ്ടം അതുകൊണ്ടൊക്കെ താല്പര്യം അതെ അതെ ശരിക്കും മാറ്റണം ശരിക്കും ശരിക്കും ആരോട് പറഞ്ഞു ആരോട് താല്പര്യം നമ്മളോട് എന്ന് പറഞ്ഞു ഇന്നും പറഞ്ഞു അതെ എപ്പം നോക്കിയാലും വണ്ടി എടുത്ത മലയിലൊക്കെ പോകുന്ന നടന്ന എടാ സാവു ഇങ്ങോട്ട് വന്നേ എന്റെ ഐ ലവ് യു അല്ലടാ നീയൊക്കെ അങ്ങ് ചൂണ്ടെടുത്ത് കളഞ്ഞത് നീയൊക്കെ ഇപ്പൊ എല്ലാത്തിന്റെ തേങ്ങ ഇപ്പൊ പൊടിക്കാൻ അന്ന ഞാൻ ഒരു കാര്യം പറഞ്ഞേ അന്ന എനിക്കിപ്പോ ഒരു അന്നം തരാ ഒരു പെണ്ണിനെ ആവശ്യമുണ്ട് ആവാൻ താല്പര്യമുണ്ടോ ഹോംമേഡിനെയാണല്ലോ ചോദിച്ചത് അതല്ല ഞാൻ അന്നം ഒറ്റയ്ക്കാ കഴിക്കുന്നത് ഒരു കൂട്ടിനൊരാളാകാൻ താല്പര്യമുണ്ടോ കൂട്ടിന് നമ്മളൊക്കെ ഇല്ല ഹോട്ടലിൽ പോയി കഴിച്ചാൽ മാറ്റണോ കൊറേ പേരുണ്ട് കൂട്ടിന് ഷണ്ടന്മാരുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ജീവിച്ച് ചത്തുപോ എന്റെ ടീച്ചർ എന്താ അത് പോയാ അല്ല കൂട്ടിനിരുന്ന് ഫുഡ് കഴിക്കാനാണോ കുട്ടിക്ക് മനസ്സിലാവുന്ന തോന്നുന്നു പറഞ്ഞു കൊടുക്കും ഞാൻ അങ്ങോട്ട് മാറിക്കുന്നു അതായത് 5 4 മറ്റേ ഡയലോഗ് പറ ഏത് ഡയലോഗ് വേലക്കാരിയായിരുന്നാലും എവിടത്ത് കിട്ടാ പോടാറങ്ങി നേരത്തെ പറയണത് മാറ്റണ അതാ സ്പോട്ടി അടിക്കണമായിരുന്നു
അപ്പൊ വാറ്റന് ഇഷ്ടം എല്ലാം പറഞ്ഞ് സെറ്റ് ആക്കിണ്ടോ അപ്പം അന്ന ഞാനിപ്പോ അന്ന ഒറ്റയ്ക്ക് കഴിക്കുന്നത് കൂടെ കഴിക്കാൻ താല്പര്യമുണ്ടോ അന്ന? അയ്യോ 4 പേര് വേണോ? വാറ്റണ എനിക്ക് വാറ്റണന്നെ അറിഞ്ഞുകൂടാലോ, സ്വഭാവം അറിയാതെ ഞാൻ ഇങ്ങനെയല്ലേ പരിചയപ്പെടുന്നേ? ഇങ്ങനെയല്ലേ പരിചയപ്പെടുന്നത്? കുഴപ്പമില്ല ഇങ്ങനെയല്ലേ പരിചയപ്പെടുന്നത്? പെൺപിള്ളേരൊക്കെ ഇപ്പൊ ഇങ്ങനെയല്ല, പണ്ടത്തെ പോലെയല്ല. കൊണ്ടതിന് സഹായിച്ച ആരും റിപ്ലൈ ആറ്റണ നിങ്ങൾ മൂഞ്ചിക്കാൻ കളിക്കുന്നവര് അവരെന്നെ ഓമ്പിക്കടാ, അവരെന്നെ കണ്ടന്റാക്കുക. എന്ത് പിക്കപ്പാണ് അടിക്കണേ? അപ്പൊ അന്ന വിജയിച്ചിരിക്കുന്നു നമ്മുടെ തരികിട എന്ന പെർഫോമൻസ് ഷോയില് ആദ്യത്തെ കസ്റ്റമർ ആയത്. കൺഗ്രാറ്റുലേഷൻ. കസ്റ്റമറാ പോയി തേങ്ങ ഇറങ്ങി. എടാ എന്നെ കൊണ്ട് പറ്റത്തില്ല. എന്റെ അടുത്ത് ഒരു വാക്ക് ആരാണ് വാറ്റിന് ഇഷ്ടം പറ. അങ്ങനെ കാണുന്നില്ല, പിള്ളേരോട് പറയുന്നത് ഇഷ്ടമാണ്. ഏതെങ്കിലും ഒന്ന് ഉറപ്പിച്ചു വിടും. വാറ്റ് അന്ന സിംഗിൾ ആണ് സത്യം പറഞ്ഞ. എന്ത് അവക്ക് ഞാൻ ഇനി എന്നെ മനസ്സിലാക്കണോ? ഓ ഞാൻ ഇനി ബുക്ക് എഴുതി കൊടുക്കാം. ഞാൻ എന്റെ കൊച്ചിലോട്ട് അങ്ങോട്ടുള്ള ഞാൻ ബുക്ക് എഴുതി കൊടുക്കാം. ബാല നീ സിംഗിൾ ആടാ? അല്ല അങ്ങനല്ല ചോദിച്ചല്ലേ, നിനക്ക് പെണ്ണെന്ന് ചോദിച്ചതാ. സത്യം പറയല്ലേ, ഈ സിറ്റിയില് നമുക്ക് 3 പേർക്കാണ് പെണ്ണില്ലാത്ത. പിന്നെ ഇറ്റാച്ചിക്ക് ഇത് പെങ്ങളെങ്ങനെ ആയത്? ബാക്കി അപ്പം മനസ്സിലായല്ലോ. അയ്യോ എങ്ങനെയാണ്? 10 ഉണ്ട് സിറ്റിയില്. എന്തിനാ ഇല്ലാത്ത പറഞ്ഞ പറഞ്ഞ ഏത് പെണ്ണ് പറഞ്ഞാലും അപ്പൊ പറയും എന്റെ മരുമോളാണ്, എന്റെ പെങ്ങള്. ചിലതൊക്കെ മരുമോളാവും. അന്നേ ഇത് വാറ്റാണ്. ഞാൻ നിനക്ക് അന്ന് നിന്നെ സിറ്റിയിൽ ആദ്യമായിട്ട് കണ്ടപ്പോ വെയിറ്റ് പറയട്ടെ. സിറ്റിയില് ഇവിടെ ആദ്യമായിട്ട് കണ്ടപ്പോ ഞാൻ പറഞ്ഞില്ലേ ഒരു മുതലാളി ഉണ്ട്, അതാണ് ഈ മുതലാളി. നിനക്ക് നീ ഇത്രയും ദിവസം നിന്നെ പ്രൊട്ടക്ട് ചെയ്ത് ഞാൻ കൊണ്ടുവരുന്നില്ല. അത് വേറെ ആർക്കും വേണ്ടിട്ടില്ല, വാറ്റ് പറഞ്ഞിട്ടാണ്. ഇതൊന്നും ഞാൻ ഇങ്ങനെ തുറന്ന് പറയണമെന്ന് തന്നെ എനിക്ക് ഇതില്ലായിരുന്നു. പക്ഷേ എന്നെ വേണ്ട, എന്നെ എന്തായാലും അല്ല വേണ്ട, അത് എനിക്ക് വിഷമമായി. അന്ന മുതലാളിക്ക് വേണ്ടിട്ടല്ലേ വെയിറ്റ് ചെയ്ത അപ്പോയിന്റ്മെന്റ് എടുക്കാൻ വേണ്ടിട്ട്. ഞാൻ ഒരു ടെസ്റ്റ് ചെയ്ത് നോക്കിയതാ അന്നേനെ. ആദ്യം വന്നിട്ട് അറിയാത്ത ഒരാളെ പോലെ ഇരുന്ന് സംസാരിക്കുമ്പോ എങ്ങനെയാണ് അന്നെ ബിഹേവ് ചെയ്യുന്നത് ഞാൻ നോക്കിയതാ. വിചാരിച്ച പോലല്ല. അല്ല മറ്റത് എല്ലാരും വിറപ്പിച്ച് വിടണ്ടേ, അങ്ങനെയാണ് ചെയ്തോണ്ടിരുന്ന ആളെ. ഓ അങ്ങനെയാണ് നീ പറഞ്ഞു കൊടുത്തിരുന്നേ ചെയ്യാൻ? ഓ ഞാൻ അങ്ങനെ പറഞ്ഞേ. ഗുഡ് ജോബ്. നല്ല ചിരിയാണല്ലോ, കീപ് ദാറ്റ് ചിരി. എന്താണ് പരിപാടി? നമ്മള് ബിസിനസ് ഇനി കുറച്ചാളൊന്ന് ചില്ല അടിക്കണം, മനസ്സിലല്ലേ? അതെ അതെ. ജോലിയുടെ കാര്യം എന്തോന്ന് പറഞ്ഞാല്? ജോലിയോ? അതാരാ? പട്ടിയാ? അല്ല ജോലി. ഓ ജോലി. ഓക്കെ ജോലി എന്നാ ഞാൻ കേട്ടത്. ഐഡിയ 787. എന്തിനാ സംഭവം? എന്താ എനിക്ക് മനസ്സിലായില്ല. നീ ഇതേത് കഥ ഉണ്ടാക്കി? എന്ത് സാധനം? എനിക്ക് ആൾറെഡി ഉണ്ടായിരുന്നു. ഞാൻ എന്റെ സാധനം കിട്ടിയ എനിക്കും വാലന്റൈൻ ഇല്ല. ഞാൻ തന്നു, എനിക്കൊന്നും കിട്ടില്ല. എന്റെ കണ്ണ് പോയതാണ് ഈശ്വര. ഇല്ലല്ലോ. ഇവന്റെ ഉണ്ട് വാലന്റൈനുണ്ട്. എന്താണ് റോസാപ്പൂ? റോസാപ്പൂ ഇല്ല. എന്റെ വീട്ടിൽ കിടക്കുന്നില്ല. അല്ല ഞാൻ ഇതുകൊണ്ട് എന്ത് ചെയ്യും? അവക്കങ്ങ് കോഡ് എന്നിട്ട് അത് യൂസ് ചെയ്യാൻ പറ. അപ്പൊ അവളെ കൈ ഇതൊന്നും വേണ്ടിരുന്നതാണ്. അവളെ കൊടുത്തിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ.
അപ്പൊ കയ്യില് വരും. രായ 7008 ഒരാളെന്നെ പ്രപ്പോസ് ചെയ്യാൻ നിക്കുന്നെന്നെ. ആണാ? കുനിഞ്ഞിക്കാ പറ. എല്ലാരും ഒന്ന് മാറി അന്ന മാത്രം നിന്ന്. നീലിന്റെ അതേ ലുക്ക് അല്ല. അടുത്ത ടെസ്റ്റ് ഇതൊന്ന് യൂസ് ചെയ്തേ, അതൊന്ന് യൂസ് ചെയ്തേ, അന്ന് യൂസ് ചെയ്തേ. ഇത് രായമാമനാണോ? ഇത് നീലിന്റെ അതേ ലുക്ക് അല്ലേ? അത് യൂസ് ചെയ്തേ. ഇത് രായമാമനാണ്. ഇതാണ് അന്റെ ഇത്ര പേര് മുന്നിലൊക്കെ ഇരുന്നത് പോടെ പടാൻ അതിന്റെ ഇത്ര പെട്ടെന്നല്ല ഒന്ന് ഞാൻ എനിക്ക് മീറ്റു കുട്ടീനെ സ്വിച്ച് അവിടെ. അല്ല അവിടുന്ന് ശബ്ദം ബാല. ഹലോ 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 സ്റ്റോപ്പ് ചെയ്യോ, ഞാൻ ലൂപ്പിൽ പെട്ടുപോയി. ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഉണ്ടെന്നെങ്കിൽ അതൊക്കെ തുറന്ന് പറയണ്ടേ. ഈ റോസ് സ്പെഷ്യൽ റോസ് ആണ്, മനസ്സിലാ? അതായത് അതിന്റെ അകത്ത് എഴുതി വെച്ചേക്കുന്ന എന്താണെന്ന് വായിച്ചു നോക്കിയാണ് നോക്കട്ടെ. ആ റോസിന്റെ എന്തെഴുതി വെച്ചേക്കുന്നത്? A beautiful rose that represent love. വാച്ച് നിനക്ക് വേണ്ടിട്ട് പുറത്തുനിന്ന് കൊണ്ടുവന്നതാണ്. എക്സ്പോർട്ടഡ് ആണോ? പിന്നല്ലാണ്ട് പിന്നല്ലാണ്ട് ഇത് 2 വർഷം എടുത്തു ഇതിന്റെ അകത്ത് ക്രേവ് ചെയ്ത് വെക്കാൻ. താങ്ക് യു സോ മച്ച്. ഹഗ്ഗെങ്കിലും കൊടുക്കാറുണ്ട്. ഹഗ് എങ്ങനെ കൊടുക്കുന്ന? അത് കൈയെല്ലാം കൂടെ ഇങ്ങനെ കവിച്ചേച്ച് ഇങ്ങനെ അടുത്ത ഞാൻ ഫുൾ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. കുറച്ച് കള്ളന്മാര് വരും, അവളെ തട്ടിക്കൊണ്ടുപോകും. നില്ല ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ ഇപ്പൊ ഓൾറെഡി നിങ്ങൾ ഞാൻ അവളൊന്ന് സംസാരിച്ചിട്ടാ വരുന്നേ. പോയി അവളെ രക്ഷപ്പെടുത്തണം. ഞാനാ മാസായിട്ട് പോയി ഇപ്പൊ അവളെ തട്ടിക്കൊണ്ടുപോകും. വെറൈറ്റി ഐഡിയ. ഇപ്പൊ ഇതൊക്കെ പണ്ടത്തെ ഐഡിയ ആണ്, പക്ഷെ ഇപ്പൊ ഇതിലൊക്കെ ഇനി ഇവള് വീഴത്തുള്ളൂ. കാരണം മൊട്ടിലിറങ്ങി പയ്യന്മാര് ഇറങ്ങിട്ട് അവള് തുപ്പി വിട്ട്, മനസ്സിലായോ? അവള് കൊറേ കിട്ടിയിട്ടില്ലേ? ആ ചോദ്യത്തിന് എനിക്ക് മനസ്സിലായി നീ എന്താണ് ഉത്തരം നോക്കുന്നതെന്ന്. അല്ലല്ല ബാലനല്ല, അപ്പൊ രായ നോക്കി ചോദിച്ചാന്ന് എനിക്ക് മനസ്സിലായി. അയ്യോ ഞാൻ പറഞ്ഞില്ല. ഞാൻ വാച്ചിന്റെ കൊച്ചിന്റെ പറയാൻ ഞാൻ നടക്കും. മറ്റേ ഇത്ര പെട്ടെന്ന് വാച്ച് ഇത് ഞാൻ വാച്ചിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യിപ്പിച്ച് വെച്ച കൊച്ചായിരുന്നു. ഞാൻ ഒരു സത്യം പറയട്ടോ, എനിക്ക് ഇഷ്ടാന്ന് പറയുന്നത് വരെ എനിക്ക് ആ ഒരു ധൈര്യം കൂടുതൽ, അതിന്റെ അപ്പുറത്തോട്ട് എനിക്ക് ഇല്ല. ഇഷ്ടമാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തനിപ്പ് വന്നിട്ട് അങ്ങ് പോവല്ലേ. മറ്റേ പൃഥ്വിരാജിന്റെ പടം എന്തുവായിരുന്നടാ? അങ്ങനല്ല, പെട്ടെന്ന് പോകുന്ന ആളാന്ന് തോന്നുന്നു. അതല്ല എന്നെ കൂടെ കേട്ടോ, അതല്ലേ എനിക്ക് ഞാൻ ഔട്ട് ഓഫ് ദ ഇതായിട്ടിരിക്കുന്നത്. എന്നെ കൂടെ അങ്ങോട്ട് നിക്കട്ടെ. ഞാൻ നിങ്ങൾ വരിയ നിക്കുമ്പോ ഞാൻ മാത്രം പറയും ഒറ്റയ്ക്കുന്ന അതാ. അപ്പൊ ഞാൻ പറയുന്ന പറഞ്ഞ ഇങ്ങനെ ഇപ്പൊ ഇഷ്ടമെന്ന് പറഞ്ഞ പെട്ടെന്ന് പറഞ്ഞപ്പോഴേ അല്ല അത് പെട്ടെന്ന് എന്തൊരു ചെയ്യണമെന്നൊരു ഇത് ഇതായി. പക്ഷെ പിടിക്കണം കെട്ടിപ്പിടിച്ചില്ലേ? കെട്ടിപ്പിടിച്ചില്ലല്ലോ. സ്റ്റേജ് ആയതുള്ളൂ. ഇഷ്ടം വരെ ഇനി കൊറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അല്ലാണ്ട് ഇത് വാറ്റി ഇത് ഉറപ്പിച്ചെങ്കിൽ ഇപ്പൊ പറ. അതങ്ങനെ ഉറപ്പിക്ക നമ്മള് മനസ്സിലല്ലേ. നമ്മള്
വാക്കിന് ഇഷ്ടപ്പെട്ടെങ്കിൽ പറ, ഇല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ലയോ എനിക്ക് ദാടാവുന്നു എനിക്ക് ദാടാവുന്നു നാണൊക്കെ ഇതിന്റെ പാർട്ടാണല്ലോ. അവന്റെ പേര് സാവേജ്. ആരാ ഇഷ്ടപ്പെട്ടെ? ഏഹ് ആരോടാ ഇഷ്ടം? മനസ്സിലായി. ഒരെണ്ണം കേണ